യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഇറാനുമായി വെടിനിർത്തിയ ഇന്നലെ അതേ ദിവസം തന്നെ ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന് അതിരൂക്ഷമായ തിരിച്ചടിയാണ് ഹമാസ് നൽകിയിരിക്കുന്നത്. ഹമാസിന്റെ ആക്രമണത്തിൽ നിരവധി ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത്. രണ്ടാഴ്ചക്കിടെ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്നതിനിടെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ 1000-ൽ കൂടുതൽ ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെ 1000-ൽ കൂടുതൽ ഫലസ്തീനികളെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത്. ഇതിനു മുമ്പ് ടെന്റുകൾക്കും കെട്ടിടങ്ങൾക്കും നേരെ ബോംബ് വർഷിച്ചതിനു ശേഷമായിരുന്നു ഇസ്രായേൽ സൈന്യം ഗസയിലുള്ള നിരപരാധികളായ സിവിലിയന്മാരെ കൊന്നൊടുക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന നിരപരാധികളായ മനുഷ്യരെയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഗസയിൽ ഭക്ഷണ വിതരണം നടത്തിയിരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇസ്രായേലാണ് ഗസയിൽ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ സഹായത്തോടുകൂടി ലോകത്തെ പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഉഡായിപ്പ് പരിപാടിയാണ് ഇസ്രായേലിന്റെ ഗസയിലെ ഭക്ഷണ വിതരണം. ഹമാസിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഇസ്രായേലിന്റെ 18ാമത്തെ അടവാണ് ഇത്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഹമാസിനെ ഇസ്രായേലിന് തകർക്കാൻ കഴിയുന്നില്ല എന്നാണ് ഗസയിൽ നിന്നും പുറത്തു വരുന്ന ഓരോ വാർത്തകളും സൂചന നൽകുന്നത്. ഇന്നലെ ഹമാസിന്റെ ഭാഗത്തു നിന്നും അതിശക്തമായ തിരിച്ചടിയാണ് ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ 7 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം തന്നെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ ഹമാസിന്റെ ആക്രമണത്തിൽ നിരവധി ഇസ്രായേൽ സൈനികർക്ക് അതിഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും പുറത്തു വന്നിട്ടില്ല. ഇന്നലെ ഖാൻ യൂനിസിൽ വെച്ചാണ് ഹമാസ് ഇസ്രായേലിന്റെ സൈനികർക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിലാണ് ഇസ്രായേലിന്റെ 7 സൈനികർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. ഒരു ആക്രമണത്തിൽ തന്നെ 7 സൈനികർ കൊല്ലപ്പെടുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഗസയിൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. സൈനികരെ വഹിച്ചു കൊണ്ടുപോകുന്ന ട്രക്ക് സ്ഫോടനത്തിലൂടെ തകർത്തുകൊണ്ടാണ് ഹമാസ് ഇന്നലെ ഇസ്രായേലിന്റെ 7 സൈനികരെ വധിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ട സൈനികരെല്ലാവരും 188 ബ്രിഗേഡിലെ 605 കോമ്പാറ്റ് ബറ്റാലിയനിലെ സൈനികരാണ്. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഹമാസ് ഇസ്രായേലിന്റെ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയത്. ചൊവ്വാഴ്ച തന്നെ ഇസ്രായേലിന്റെ 7 സൈനികരും കൊല്ലപ്പെട്ടിരുന്നു എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്നാണ് ഇവരുടെ പേര് വിവരങ്ങൾ ഫോട്ടോ സഹിതം ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത്. 7 സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിലും 6 സൈനികരുടെ ഫോട്ടോയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിൽ ഇപ്പോൾ വെടിനിർത്തിയതുപോലെ ഗസയിലും ഇസ്രായേൽ സൈന്യം വെടിനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെയാണ് ഇന്നലെ ഹമാസ് ഇസ്രായേൽ സൈന്യത്തിന് അതിമാരകമായ തിരിച്ചടി നൽകുകയും ഇസ്രായേലിന്റെ 7 സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ ഇസ്രായേൽ സൈന്യം പറഞ്ഞിട്ടില്ല എങ്കിലും ഇസ്രായേൽ സൈന്യം ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള വാർത്തകളും പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ചില ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ 4 സൈനികർക്ക് അതിഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ്. ഇവരുടെ ജീവൻ രക്ഷിക്കാനായാൽ തന്നെ തുടർന്നും ഇസ്രായേൽ സൈന്യത്തിൽ പ്രവർത്തിക്കുവാൻ ഇവർക്ക് സാധിക്കില്ല എന്നാണ് പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ.